ഹായ് ഫ്രണ്ട്സ്, മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഒരു സ്ഥലത്ത് പോവാണ്. എവിടെയല്ല, നമ്മളെ രാജരാജേശ്വര ക്ഷേത്രം തളിപ്പറമ്പ്. ഞാനുണ്ട്, വൈഫുണ്ട്, മക്കളുണ്ട്. സമയം 4:30 മണിയായി. നല്ല മഴക്കാറുണ്ട്, മഴയുണ്ട് നല്ലോണം. യെല്ലോ അലേർട്ടാണ് കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ കണ്ണൂർ കക്കാട് നിന്ന് നേരെ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാതിരി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നതോടുകൂടി ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തിരിക്കുകയാണ് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക്. പോകാം. നമ്മളിപ്പോൾ വളവട്ടണം പാലത്തിൻ്റെ അടുക്ക് എത്തി കേട്ടോ. നല്ല മഴയാണ്, വിസിബിൾ അല്ല. നമ്മൾ വളവട്ടണം പാലത്തിൽ കയറി. വളവട്ടണം പാലം ഏകദേശം കണ്ണൂരിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരത്തിൽ തളിപ്പറമ്പ് ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് എത്താറായി. ഇന്ത്യയിലുള്ള 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്ന്, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. മഹാദേവൻ രാജാതിരാജനായി 30 കോടി ദേവതകൾക്കും ദേവാതിദേവനായി കുടികൊള്ളുന്ന സ്ഥലമാണ് ഈ രാജരാജേശ്വര ക്ഷേത്രം. നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത ചിത്രമാണത്. അപ്പോൾ ഇതാണ് വാഹനം പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ട്. ഇപ്പോഴും കാലിയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ളാകും. കാരണം കുട്ടികൾ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് കുട്ടികൾ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന എല്ലാ ഭക്തരും മുഴുവനും ഇവിടെ ദർശനം നടത്തിയിട്ടാണ് കുട്ടികൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കാണുന്നത്. ഈ മുകളിൽ കാണുന്ന 2 ബിൽഡിങ്ങും ക്ഷേത്രത്തിൻ്റെ ആണ്. ഇവിടെ താമസ സൗകര്യം ഉണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ടുള്ള 2 ബിൽഡിങ്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണിത്. ഇതെല്ലാം ഈ കോമ്പൗണ്ട് വാളിൻ്റെ വെളിയിൽ കാണുന്ന ഈ സ്ഥലം മുഴുവൻ ഈ ക്ഷേത്രത്തിൻ്റെതാണ്. ഇവിടെയാണ് പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം. ദൂരത്തുനിന്ന് കാണുന്ന ദൃശ്യമാണ് ഇത്. ചെമ്പടിച്ചതാണ്. നമുക്ക് ദൂരത്തുനിന്ന് പെയിൻ്റ് അടിച്ച ചുവന്ന കളറിൽ കാണുമ്പോൾ ഓട് വെച്ചതായിട്ട് തോന്നുക. ചെമ്പടിച്ചതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം. പാർക്കിംഗ് ഗ്രൗണ്ട് അതിവിശാലാണ്. ഒരുപാട് വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. വലിയ വാഹനങ്ങളായാലും ബസ്സായാലും. രാജരാജേശ്വര ക്ഷേത്രം. ഓക്കെ. അപ്പം ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ശിവഭഗവാന്റെ പ്രതിഷ്ഠ, ശിവപാർവതി പ്രതിഷ്ഠ അല്ലേ? ശിവപ്രതിഷ്ഠ. കൊട്ടിയൂർ അമ്പലമായിട്ട് എന്താ ബന്ധം? ഇവിടുത്തെ എല്ലാ തന്ത്രി അവരും അവിടുത്തെ ആയിട്ട് ബന്ധപ്പെട്ടവരാണ്. പിന്നെ വേറൊരു ഐതിഹ്യം കേട്ടല്ലോ, അവിടുത്തെ തെടപ്പള്ളിയിൽ കത്തിക്കുന്ന ചാരം മുഴുവൻ ഈ വൈശാഖോത്സവം നടക്കുന്ന സമയത്ത് ഇവിടെയാണ് വന്ന് ഇവിടത്തെ തടപ്പള്ളിയിലാണ് നിറയുന്ന ഒരു സങ്കല്പമുണ്ട്. സങ്കല്പമല്ല, അത് നമ്മുടെ വിശ്വാസമാണ്. സത്യമാണ് അല്ലേ? ഞാൻ കൊട്ടിയൂർ പോയി ഷൂട്ട് ചെയ്തപ്പോ ഒരുപാട് വിറക്, ഒരു 5-10 ലോഡ് വിറക് അവിടെ കൂട്ടിയിട്ടുണ്ട്, കത്തിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ചാരൊന്നും കാണുന്നില്ല. അത് ഇവിടത്തെ തടപ്പള്ളിയിലാണ് നിറയുന്ന ഒരാചാരമുണ്ട് അല്ലേ? വിശ്വാസമാണ് അല്ലേ? അനുഭവത്തിൽ അല്ലേ? അപ്പം പെണ്ണുങ്ങൾക്ക് 7 മണിക്ക് ശേഷമാണ് അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ. ഒരുപാട് VIPs എല്ലാം വന്നിട്ട് ദർശനം നടത്തിയ ക്ഷേത്രം അല്ലേ? ഈ പിന്നെ യെഡിയൂരപ്പ, പിന്നെ ജയലളിത, അമിത്ഷാ, പിന്നെ വലിയ വലിയ സിനിമാ നടന്മാർ, അവർ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളല്ലേ? കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ഒന്നാണ് അല്ലേ? 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാ ഇതാണല്ലേ? സ്ഥിതി ചെയ്യുന്നത് തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. അപ്പോൾ നമ്മൾ രാജരാജ ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഏരിയയിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനോട് രാജരാജ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് 3 ക്ഷേത്രങ്ങളുണ്ട്. കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം, തൃച്ചംബര ക്ഷേത്രം. ഈ 3 ക്ഷേത്രത്തിലും ദർശനം നടത്തുവാന്നാണ്, ഈ ക്ഷേത്രത്തിൽ നിന്ന് ഈ 3 ക്ഷേത്രത്തിലും ദർശനം നടത്തണം എന്നാണ് ആചാരം. പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ മുന്നിലേക്ക് കൂടി നടന്നു വന്ന് ഇവിടെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ദൂരത്ത് കാണുന്ന ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ്
കുറച്ച് ഉയരത്തുനിന്ന് കാണുന്നതാണത്. ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന് ക്ഷേത്രക്കുളത്തിൻ്റെ സൈഡിലേക്ക് കൂടി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്താം. ഇത് ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള മതിൽ കെട്ടാവുന്നത്. ഇടത് വശത്ത് കാണുന്ന ക്ഷേത്രക്കുളമാണ്. ഇതുകൂടാതെ വേറെ ക്ഷേത്രക്കുളം കൂടിയുണ്ട്. ഒരു വലിയ ക്ഷേത്രക്കുളമുണ്ട്. അത് കുറച്ച് ദൂരെ അവിടെ നിന്ന് ഒരു 200-300 മീറ്റർ ദൂരത്തിലായിട്ടൊരു ക്ഷേത്രക്കുളമുണ്ട്. പിന്നെ ഫ്രണ്ടിലെത്തി നമ്മൾ. ഇതാണ് ഇവിടെയുള്ള ക്ഷേത്രക്കുളം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ചെറിയ ക്ഷേത്രക്കുളമാണ്. AD 1524 ശതസോമൻ എന്ന മഹാരാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. കാഞ്ഞങ്ങാട് ക്ഷേത്രത്തിൻ്റെയും തൃച്ചംബരം ക്ഷേത്രത്തിൻ്റെയും വിവരണങ്ങളാണ് ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രങ്ങളാണ്. ഈ 2 ക്ഷേത്രങ്ങളിലും ക്ഷേത്രദർശനം ചെയ്തിട്ടാണ് ഇവിടെ വരാനെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള കവാടമാണിത്. ഈ വഴിയാണ് നമ്മൾ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനം പോകുന്നത്. പാർക്ക് ചെയ്തിട്ട് നമ്മൾ മറുവശത്തെ കൂടിയാണ് വന്നത്. അപ്പോൾ അതാണ് ഇത് കാണാതെ പോയത്. അപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലേക്ക് കൂടി ഇവിടെ വാഹനത്തിൽ ഇറങ്ങിയിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ രീതിയിലായിരിക്കും. ഫ്രണ്ട് വലിയ ഒരു കവാടം, അതിനുശേഷം നടന്നു പോകാൻ ക്ഷേത്രത്തിന് മുറ്റം, അതിനുശേഷം വളരെ പഴക്കം ചെന്നൊരു കന്മതിൽ, അതിനകത്തായിട്ടാണ് ക്ഷേത്രമുള്ളത്. പണ്ടുകാലത്ത് രാജാക്കന്മാർ കിരീടധാരണം നടത്താൻ വേണ്ടി ഈ ക്ഷേത്രത്തിൻ്റെ വന്ന് ഇവിടുന്ന് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം ഈ ക്ഷേത്രമുറ്റത്തിൽ നിന്നാണ് കിരീടധാരണം നടത്തിക്കൊണ്ടിരുന്നതെന്ന് പറയപ്പെടുന്നു. മഹാദേവൻ്റെ രാജസദസ്സാണ് ഇവിടെ. രാജസദസ്സിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പകൽ സമയത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത്. ഈ രാജസദസ്സ് കഴിഞ്ഞതിന് ശേഷം മഹാദേവൻ ഇവിടെ നിന്നും വിടവാങ്ങി കൊട്ടുംപുറം എന്ന് പറയുന്ന ബിൽഡിങ്ങാണ്. കൊട്ടുംപുറം ഇവിടെയാണ് പൊന്നും കുടം സമർപ്പിക്കുന്നതും പദവികൾ നൽകുന്നതും. ക്ഷേത്രമതിലിൻ്റെ മുൻവശമാണിത്. ചിത്രപ്പണികളോടുകൂടി പണ്ടുകാലത്ത് ഏകദേശം 700 വർഷം മുമ്പേ പണിത ഒരു ചുമരാണിത്. മതിൽ, മുൻവശത്തെ മതിൽ. മഹാദേവനെ ഇവിടുന്ന് വിടവാങ്ങി ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോകുകയെന്ന് വിശ്വാസം. അതിനുശേഷമാണ് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം. രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം. അതുവരെ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം പകൽ സമയത്തില്ല. രാജസന്നിധിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ടാണ് പകൽ സമയത്ത് സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമില്ലാത്തത്. 7 മണിയോടടുക്കുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഭക്തജനങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കൊട്ടിയൂർ വൈശാഖോത്സവം നടക്കുന്നതിനാൽ വൈശാഖോത്സവത്തിന് പോകുന്ന ദൂരെ നിന്ന് വരുന്ന ഭക്തരെല്ലാം ഈ ക്ഷേത്രം വന്ന് ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള പുറംചുമരാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കൊത്തുപണിയോടുകൂടിയുള്ള ചുമര്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമ്മൾ ക്ഷേത്രമുറ്റത്തേക്ക് എത്തുന്നത്. ഇപ്പം നമ്മൾ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തെത്തി. ഈ കാണുന്നതാണ് ഒരുപാട് വർഷം പഴക്കമുള്ള, ഏകദേശം 700 വർഷം പഴക്കമുള്ള ശ്രീ രാജരാജേശ്വര ക്ഷേത്രം തളിപ്പറമ്പ്. ഈ അടുത്ത കാണുന്ന ബിൽഡിങ്ങാണ് വഴിപാട് കൗണ്ടർ. പുതിയൊരു ബിൽഡിങ്ങാണ്. നല്ലൊരു വഴിപാട് കൗണ്ടർ. ഇവിടുന്ന് സ്ത്രീകൾ നിയമത്തോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കേണ്ടത്, ഭഗവാന്റെ ദർശനം നേടേണ്ടത്. ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന് ഉള്ള ദൃശ്യമാണ് ചുമരൻ്റെ മുൻവശത്തെ മതിൽക്കെട്ടിൻ്റെ ഉൾഭാഗത്തു നിന്നുള്ള. വെളിയിലെങ്ങനെയോ അതേമാതിരി തന്നെ ഉൾഭാഗത്തും ഇതേമാതിരി കല്ലിൻ്റെ കൊത്തുപണികളുണ്ട്. അരവത്ത് ഭൂതനാഥ ക്ഷേത്രം, വാസുദേവപുരം ക്ഷേത്രം, ഈ 2 ക്ഷേത്രങ്ങളും ഈ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രങ്ങളാണ്. ഈ 2 ക്ഷേത്രങ്ങളും ദർശനം ചെയ്തതിന് ശേഷമാണ് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് വരേണ്ടത്. ഇതിന് താഴെയായിട്ട് ചിറയുണ്ട്, ക്ഷേത്രത്തിൻ്റെ തന്നെ
വലിയൊരു ചിറയും കൂടിയുണ്ട്. അവിടത്തേക്ക് പോകേണ്ടതും ഈ ചുറ്റുമതിലിന് വെളിയിലേക്ക് കൂടിയുള്ള ഈ വഴിയിലേക്ക് കൂടി തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഈ ചുറ്റുമതിലിന് വെളിയിലോട്ടായിട്ടാണ്. ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. ഇതാണ് ഈ ക്ഷേത്രച്ചിറ. ഒരു വലിയൊരു കുളമാണ്, വലിയൊരു ചിറ. ഇത് കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ഫലകമാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പറ്റിയിട്ട്. പക്ഷേ പഴയ ലിപിയാണ്, മലയാളത്തിൻ്റെ പഴയ ലിപി. ഇത് വായിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമാണ്. എന്താണ്, അത്രയും പഴക്കമുള്ള ലിപിയാണ്. ഇത് പഴയ മലയാളം ലിപിയാണ്. മറ്റ് രണ്ട് ക്ഷേത്രങ്ങളുടെയും ദർശനം നടത്തിയതിന് ശേഷമാണ് നമ്മൾ 7 മണിയാകുമ്പം രണ്ടാമത് ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്. കാരണം സ്ത്രീജനങ്ങൾക്ക് 7 മണിക്ക് ശേഷമാണ് പ്രവേശനം. അതുകൊണ്ട് ആ സമയത്ത് മറ്റ് 2 ക്ഷേത്രങ്ങളുടെ ദർശനം നടത്തി. ഇപ്പം സ്ത്രീജനങ്ങൾക്കുള്ള പ്രവേശനത്തിനുള്ള സമയമായി. എല്ലാവരും അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളും അതിൽ പോയി ക്യൂ നിൽക്കുക. ആണുങ്ങൾക്ക് പ്രത്യേക ലൈനുണ്ട്. ആണുങ്ങൾക്ക് അതിന് മുന്നേ ഒരു തൊഴാനുള്ള അവസരം. പിന്നെ ഈ ക്ഷേത്രത്തിനുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ഷേത്ര പൂജയ്ക്ക് തുളസി മാത്രമല്ല, തുളസി ഇലകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മറ്റുള്ള ഒരു പുഷ്പങ്ങളും ഇവിടെ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കും. കൂവളപ്പൂവ് ഇവിടെ കയറ്റത്തേയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കൊടിമരമില്ല, ഈ ക്ഷേത്രത്തിന് കൊടിമരമില്ല. 41 ദിവസത്തെ ഉത്സവമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 41 ദിവസത്തെ ഉത്സവത്തിനും 41 ക്ഷേത്രങ്ങളിലുള്ള എഴുന്നള്ളത്ത് ഇവിടെ വരാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ ഈ തൃച്ചംബരം ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്ത് മാത്രമേ വരുന്നു. ബാക്കിയെല്ലാം കാലാതീതം നടത്തിപ്പോയി. സ്ത്രീകൾ Everyone must observe the tradition and customs during darshan. Please maintain complete discipline and absolute silence during darshan.
Devotees should themselves take care of their belongings. നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയാണ്. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ ക്യൂവിൽ നിന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു വരികയിൽ വന്നു. Should not be taken inside the temple. For the special attention of devotees, ladies can enter the temple. ക്യൂവിൽ നിൽക്കാതെ അളയിൽ ചെന്ന് വഴിപാട് റിസീറ്റ് ജീവനക്കാരെ ഏൽപ്പിക്കും. വലിയ ക്ഷേത്ര ദർശനത്തിന് വന്ന ജനങ്ങൾ വാഹനങ്ങളാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ വാഹനമൊന്നും ഇല്ലായിരുന്നു. പാർക്കിംഗ് ഗ്രൗണ്ട് ഫുള്ള് വാഹനങ്ങളായി. വണ്ടി എടുക്കാനാവുമെന്നോ സംശയം. നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ഭയങ്കര തിരക്കാണ്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നോക്കാൻ ഫുള്ള് വാഹനങ്ങളാണ്. വണ്ടി എങ്ങനെ എടുക്കുമെന്ന് അറിയാൻ പറ്റും. അത്രയും ഭയങ്കര ജനം.